ശ്രീ സിബി മാസ്റ്റർ, ഡോക്ടർ അനു, സെലിൻ വി, ജോർജി, റെജി, ബിജു, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, 1986 ഉപഭോക്തൃ സംരക്ഷണ നിയമം പകരമായി 2019 പുതിയ നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസാക്കുകയും 2020 ജൂലൈ 20 നമ്മുടെ രാജ്യത്ത് അത് പൂർണ്ണമായി നിലവിൽ വരികയും ചെയ്തു. 1986 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൽ രാഷ്ട്രപതി തുല്യം ചാർത്തിയ അന്ന് ആ ദിവസത്തെ കണക്കാക്കിയാണ് ദേശീയ ഉപഭോക്തൃ ദിനമായി എല്ലാ വർഷവും ഡിസംബർ 24 രാജ്യം മുഴുവൻ ആചരിക്കുന്നത്. ആ ദിനത്തെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപഭോക്താക്കൾക്ക് ലഭിച്ച മഹത്തായ അവകാശത്തെ ഓർമ്മപ്പെടുത്തുക കൂടിയാണ് ദേശീയ ഉപഭോക്തൃ ദിനമായി ആചരിക്കുന്ന ഈ ദിവസം. രാജ്യം മുഴുവൻ നിരവധി പരിപാടികൾ നടക്കുകയും സംസ്ഥാന തലത്തിലുള്ള പരിപാടി ഈ 6-ാം വിശേഷ എറണാകുളത്ത് മിനിസ്റ്റർ പങ്കെടുക്കുന്ന പരിപാടിയെ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. എല്ലാ ജില്ലകളിലും ഉപഭോക്തൃ കമ്മീഷണറുടെ നേതൃത്വത്തിൽ വിപുലമായ പരിപാടികൾ നടക്കും. ഉപഭോക്താക്കളുടെ അവകാശങ്ങളെക്കുറിച്ച് ബോധവൽക്കരിക്കുന്നതിന് ഈ ദിനം ഉപഭോക്തൃ പ്രവർത്തകർ വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നുമുണ്ട്. പക്ഷേ അത് നമ്മൾ ഈ പള്ളിപ്പെരുന്നാൾ പോലെ എല്ലാ ഡിസംബർ 24 ആഘോഷിക്കാൻ മാത്രമുള്ളതാണ് ഈ നിയമം എന്നതാണ് പ്രധാന പ്രശ്നം. പല സംഘടനകളും പിന്നെ കാണുന്നത് അടുത്ത ഡിസംബർ 24 മാത്രം. അപ്പോൾ അങ്ങനെ ഒരു വാർഷിക ആഘോഷം അല്ലെങ്കിൽ പെരുന്നാളൊക്കെ കൂടുന്ന പോലെ ആഘോഷിക്കാൻ ഓരോ ദിവസവും ഉപഭോക്തൃ ദിനമായി ആചരിക്കണം. ഓരോ ദിവസവും ഉപഭോക്തൃ സംരക്ഷണ ദിനമായി മാറുന്ന തരത്തിലേക്കുള്ള ചടുലമായ പ്രവർത്തനം കൺസ്യൂമർ ഓർഗനൈസേഷനുകൾ നടത്തേണ്ട ഒരു സമയമാണ്. ഓരോ ദിവസവും ഓരോ നിമിഷവും പോലും ഉപഭോക്താക്കളെ ചതിക്കുഴിയിലാക്കുന്ന തന്ത്രങ്ങൾ അവലംബിക്കുന്ന വ്യാപാരികൾ പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടം അവരോടൊപ്പം ചടുലമായി നീങ്ങിയാൽ മാത്രമേ ഉപഭോക്തൃ സംരക്ഷണം ഫലപ്രദമായി നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കാൻ കഴിയും. കാരണം മറുവശത്ത് നിൽക്കുന്ന വ്യാപാരികൾ വളരെ ശക്തരാണ്. അവർ സാമ്പത്തികമായും സാങ്കേതിക വിദ്യയുടെ പിൻബലവും രാഷ്ട്രീയമായ പിൻബലവും ഉള്ള ആളുകളാണ്. അവരാണ് പലപ്പോഴും നിയമങ്ങളെ പോലും നിർമ്മിക്കുന്നത്. അവരുടെ സ്വാധീനത്തിൻ്റെ അവരുടെ ലോബിയിങ്ങാണ്. അപ്പോൾ അങ്ങനെ അതിശക്തമായി പ്രവർത്തിക്കുന്ന ഒരു രാജ്യത്ത് ആരെങ്കിലും അസംഘടിതരായിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും ശക്തരായി മാറേണ്ട ഉപഭോക്താക്കൾ മാത്രം. ഉപഭോക്താവ് രാജാവാണ് എന്ന് നാം പറയുന്നത്. രാവിലെ ഉറക്കമുണർന്ന് നമ്മൾ കേൾക്കുന്നത് തന്നെ അല്ലേ, ഉപഭോക്താവെ ഉണരൂ ഉണരൂ എന്ന് പറഞ്ഞു. പക്ഷേ ഉണർന്നെഴുന്നേറ്റ ഉപഭോക്താവ് പിന്നെ എന്ത് ചെയ്യണം എന്ന് അറിയാത്തൊരവസ്ഥയാണ്. കാര്യങ്ങൾ അവർക്ക് വേണ്ട രീതിയിൽ പറഞ്ഞു കൊടുക്കാനുള്ള ശക്തരായ ഉപഭോക്തൃ സംഘടനകൾ നമ്മുടെ രാജ്യത്തില്ല എന്ന് പറയേണ്ടതുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിൽ നൂറുകണക്കിന് ഉപഭോക്തൃ സംഘടനകളുടെ ശവപ്പുറമാണ് നമ്മുടെ നാട്. നിരവധി സംഘടനകളുണ്ട്. അതിൽ ഒരു 99% സംഘടനകളും ഫലപ്രദമായി പ്രവർത്തിക്കുന്നില്ല. ചില സംഘടനകളാണെങ്കിൽ ഇതുപോലെ എന്ന് ഉദ്ദേശിച്ചത് ഇത്തരത്തിലുള്ള പ്രവർത്തനം മാത്രം. ഈ പള്ളിപ്പെരുന്നാൾ ഉത്സവമൊക്കെ നടത്തുന്ന പോലെ എല്ലാ വർഷവും ഡിസംബർ 24 ഇതുപോലെ ഒരു ചടങ്ങ് നടത്തി സർക്കാരിനൊക്കെ മടക്കി വെച്ച് ഇനി അടുത്ത നാഷണൽ അല്ലെങ്കിൽ ഇന്റർനാഷണൽ കൺസ്യൂമർ ഡേക്ക് വേണ്ടി കാത്തിരിക്കും. അത്തരത്തിലൊരു പ്രവർത്തനമല്ല ഉപഭോക്തൃ സംഘടനകൾ നടത്തേണ്ടത്. ഓരോ ദിവസവും ഉപഭോക്തൃ സംരക്ഷണത്തിനായി നാം നീക്കിവെക്കേണ്ട നിർബന്ധിതമായ സാഹചര്യമാണ് നമ്മുടെ രാജ്യത്തുള്ളത്. ഏറ്റവും പുതിയ വാർത്ത ഈ ഉപഭോക്തൃ ദിനത്തിന് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഓൺലൈൻ സിറ്റിങ്ങിനെ സംബന്ധിച്ചുള്ള കാര്യമാണ്. ഓൺലൈൻ സിറ്റിംഗ് കാരണം കോടതിയിൽ വരാതെ എങ്ങനെ ഉപഭോക്തൃ തർക്കങ്ങൾ പരിഹരിക്കാൻ കഴിയുമെന്നതാണ് പ്രധാനപ്പെട്ട വിഷയം. ഒരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ ആ മൊബൈൽ ഫോൺ നമ്മൾ എങ്ങനെയാണ് മേടിക്കുന്നത്? ഓൺലൈനിൽ മേടിക്കുന്നു. അതിനെ സംബന്ധിച്ചുള്ള പരാതികളും ഇ-കൊമേഴ്സ് ആയിട്ട് നമുക്ക് കൊടുക്കാം.
ആ മൊബൈൽ ഫോണിലൂടെ ഉപഭോക്തൃ പരാതികൾ കൊടുക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. അതിൽ നമുക്ക് ഇപ്പോൾ പരാതികൾ കേൾക്കാം, ഹിയറിംഗ് നടത്താം. അതിനെ സംബന്ധിച്ച് അതിനുള്ള സംവിധാനങ്ങൾ എറണാകുളം കമ്മീഷൻ ഇതുവരെ കിട്ടിയിട്ടില്ല. ഞങ്ങൾ കോവിഡ് കാലത്താണ് ഓൺലൈൻ തുടങ്ങിയത്. പക്ഷേ അതിൻ്റെ കുറേ സംവിധാനങ്ങൾ കൂടി ലഭ്യമായാൽ പരാതി പറയാൻ കോടതികൾ വരേണ്ടതില്ലാത്തൊരു സാഹചര്യം വരികയാണ്. വീട്ടിൽ കേടായ ഒരു ഫ്രിഡ്ജ് ഉണ്ടെങ്കിൽ ആ ഫ്രിഡ്ജിനടുത്ത് നിന്ന് വീട്ടമ്മയ്ക്ക് പരാതി പറയാൻ കഴിയുന്ന, മൊബൈലിലൂടെ പരാതി പറയാൻ കഴിയുന്ന ഒരവസ്ഥയാണ് നമ്മൾ സ്വപ്നം കാണുന്നത്. അപ്പോൾ ഈ വർഷത്തെ തീം അത് തന്നെയാണ്, വെർച്വൽ ഹിയറിംഗ്. കോടതിയിലേക്ക് നമ്മൾ ചെല്ലുക. അതുകൊണ്ടാണ് പലരും ഭീഷണിപ്പെടുത്താൻ വേണ്ടി പറയുന്നതിനെ കോടതി കയറ്റും എന്നൊക്കെ പറയുന്നത്. എന്ന് വെച്ചാൽ കോടതി കയറ്റി കഴിഞ്ഞാൽ അവരുടെ കാര്യം പോക്കാണെന്ന് പറഞ്ഞാൽ ഒരാൾ കൊടുക്കാവുന്ന ഏറ്റവും വലിയ ശിക്ഷ പിന്നെ കോടതി കയറ്റും എന്ന് പറയുന്നത്. അപ്പൊ അത് മാറിക്കൊണ്ട് കോടതി നിങ്ങളുടെ അടുത്തേക്ക് വരും. നിങ്ങളുടെ ഡോർ സ്റ്റെപ്പിലേക്ക്, ഉമ്മറപ്പടിയിലേക്ക് കോടതിയിൽ വരുന്ന ആ ഒരു സംവിധാനത്തിലേക്കാണ് നാം നീങ്ങുന്നത്. അതാണ് ഈ പ്രാവശ്യത്തെ ഈ പ്രമേയം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. കഴിഞ്ഞ വർഷത്തെ അത് മറ്റൊരു തീമായിരുന്നു. അത് AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഉപഭോക്തൃ സംരക്ഷണത്തിന് എങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കാം. ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപഭോക്തൃ ചൂഷണത്തിന് വേണ്ടിയാണ് ഇപ്പോൾ ഫലപ്രദമായി ഉപയോഗിച്ചുള്ളത്. ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്ത നമ്മൾ മാധ്യമങ്ങളിലൂടെ വായിച്ചു. ഇപ്പോൾ നമ്മൾ ഒല അല്ലെങ്കിൽ യൂബറിലെ നമ്മൾ ടാക്സിക്ക് ബുക്ക് ചെയ്തു. ആ ബുക്ക് ചെയ്തതിൽ വ്യത്യസ്തമായ റേറ്റുകൾ കാണും. സെർച്ച് ടൈം, ഭയങ്കര തിരക്കുള്ള സമയങ്ങളിൽ കൂടുതൽ ചാർജ് മേടിക്കുന്നു. ഇതൊക്കെ ഉപഭോക്താക്കളെ ബാധിക്കുന്ന പ്രശ്നമാണ്. ഇപ്പോൾ കിട്ടുന്ന വാർത്ത അനുസരിച്ച് ഓരോ മൊബൈലിലും വ്യത്യസ്ത റേറ്റാണ് കിട്ടുന്നത്, ഒരേ സ്ഥലത്ത് തന്നെ ബുക്ക് ചെയ്യുന്ന സ്ഥലത്ത്. കാരണം നിങ്ങൾ ഐഫോണാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ചാർജ് കൂടും. കാരണം ഐഫോൺ ഉപയോഗിക്കുന്ന ഒരാൾക്ക് ഈ പൈസ കൊടുക്കാനുള്ള ഒരു പാങ്ങുണ്ട് എന്നാണ് അതിന്റെ അൽഗോരിതം കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇനി ആൻഡ്രോയിഡ് സാധാരണ ഫോൺ, ഇപ്പം എന്തെങ്കിലും ഫോൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചാർജ് കുറയും. കാരണം ആ ചാർജിൽ നമ്മൾ ഈ വിളിക്കും. ഒരേ ദൂരം, ഒരേ സ്ഥലത്ത് നിന്ന് ഒരേ ഡെസ്റ്റിനേഷനിലേക്ക് ഒരേ വണ്ടി വിളിച്ചാൽ വ്യത്യസ്തമായ ചാർജുകൾ വരുന്നു. കാരണം നിങ്ങൾ ഉപയോഗിക്കുന്ന ഫോൺ ഡിഫറെൻ്റ് ആണ്. ഐഫോണാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ചാർജ് കൊടുക്കേണ്ടി വരും. ഇതെല്ലാം ഇലക്ട്രോണിക്, ഈ പറയുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന അനന്ത സാധ്യതകളുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അൽഗോരിതത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുക. ഇത് ഉപഭോക്തൃ ചൂഷണ രംഗത്ത് ഉപഭോക്താക്കളെ അതിശക്തമായി ഈ എന്താ പറയുക കോർപ്പറേറ്റുകൾ ചൂഷണം ചെയ്യുന്നതിന് വേണ്ടി ഈ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നു എന്ന് ഞെട്ടിക്കുന്ന വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇതെല്ലാ മേഖലയിലും നമ്മൾ ഓൺലൈനിൽ സാധനങ്ങൾ വാങ്ങുമ്പോൾ എന്താണ് അതിൽ പല ടെർമിനോളജി ഉപയോഗിക്കുന്നത്, ഡാർക്ക് പാറ്റേൺസ് എന്ന് പറയുന്ന വിഭാഗം. നമ്മളിപ്പോൾ ഇത് കണ്ടിരുന്നത് എന്താണ്, ഈ ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ എന്ന സിനിമ നിങ്ങൾ കണ്ടത് അല്ലേ? ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ എന്ന സിനിമ ഇന്ന് യാഥാർത്ഥ്യമാണ്. ഒരു മിഷനിൽ ഈ കാര്യങ്ങൾ മുഴുവൻ ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മുഴുവനും ചെയ്യും മനുഷ്യനേക്കാൾ ഭംഗിയായി വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു സാധനമായി ഈ മാറിയിരിക്കുന്നു. ഈ ആൻഡ്രോയിഡ് കുഞ്ഞപ്പനെ വളരെ ഫലപ്രദമായി ഉപയോഗിക്കുന്ന ആരാണ്? അത് കോർപ്പറേറ്റുകളാണ്. അവർക്ക് അതിനുള്ള സാമ്പത്തികമായ ശേഷിയും സാങ്കേതികമായ വിദ്യയും അവർ സ്വായത്തമാക്കിയിരിക്കുന്നു. മറുവശത്ത് ഉപഭോക്താക്കളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയാത്ത സാഹചര്യം നിലനിൽക്കുന്നു. നമ്മൾ അറിയാതെ തന്നെ നമ്മളെ ചതിക്കുഴിയിലേക്ക് വീഴ്ത്തും. അപ്പോൾ ഫേക്ക് റിവ്യൂ, നമ്മൾ പലപ്പോഴും ഓൺലൈനിൽ സാധനങ്ങൾ വാങ്ങുന്നത് റിവ്യൂ പരിശോധിച്ചിട്ടാണ്. അപ്പോൾ പലരും ഒന്നാം തരം എന്നൊക്കെ എഴുതി വെച്ചു. ഈ ഒന്നാം തരം എന്ന് എഴുതി വെക്കുന്നത് ഇവർ തന്നെയാണ്. ഇവർ തന്നെ ഫേക്ക് റിവ്യൂവിനെ നേരിടുന്നതിന് വേണ്ടി പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിക്കാനായിട്ട് കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നു. പക്ഷെ അത് ഫലപ്രദമായി നടപ്പിലാക്കാൻ കഴിയുന്നില്ല. കാരണം നമ്മളെക്കാൾ എത്രയോ കാലം മുമ്പിലാണ് ഈ പറയുന്ന ഈ ഫേക്ക് ആയിട്ടുള്ള സാധനങ്ങൾ സൃഷ്ടിക്കുന്ന അൽഗോരിതങ്ങളെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്ന ആളുകൾ. നമ്മളിപ്പോൾ ഒരു കാര്യം സെർച്ച് ചെയ്താൽ മൊബൈൽ ഫോണിലൂടെ വെച്ച് ഏതെങ്കിലും ഒരു ഉൽപ്പന്നത്തെ കുറിച്ച് നമ്മൾ സംസാരിച്ചാൽ പോലും ആ സാധനമായിരിക്കും നമ്മൾ വരുന്നത്. അത്രമാത്രം ടെക്നോളജി ഡെവലപ്പ് ചെയ്തിരിക്കും. മൊബൈൽ ഫോൺ ഓൺ ചെയ്യുന്നതും വേണ്ട. ഇവിടെ ഇരുന്നിട്ട് ഞാൻ ഫ്രിഡ്ജ് മേടിക്കുന്നതിനെ കുറിച്ച് ഒരാളോട് സംസാരിച്ചാൽ മതി. പിന്നീട് നമ്മൾ ഓൺ ചെയ്യുമ്പോൾ ഫ്രിഡ്ജിന്റെ പടങ്ങളായി വരാൻ തുടങ്ങും. നമ്മുടെ ഓരോ നിമിഷവും, ഓരോ ചലനവും, ഓരോ വാക്കും ഈ ഇലക്ട്രോണിക് സംവിധാനം ഒപ്പിയെടുക്കുകയാണ്. അത് അവരുടെ സ്റ്റോർ ചെയ്ത് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് അവർക്ക് തോന്നുന്ന സാധനങ്ങളെല്ലാം നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിനുവേണ്ടി ഈ പറയുന്ന കമ്പനികളിൽ നിന്ന് വൻ തുകകളാണ് വാങ്ങുന്നത്. അതുപോലെ റഷ്, നമ്മൾ പെട്ടെന്ന് വാങ്ങാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ചില ചാനലുകളിൽ നമ്മൾ കാണുന്ന ഒരു കാര്യങ്ങൾ, ഇപ്പോൾ മേടിച്ചിലേക്ക് സംഗതി എല്ലാം തീർന്നു പോകുന്നതാണ്.
ഈ ആംബുലൻസുകൾ പോകുന്നത്. അപ്പോൾ അതിങ്ങനെ കൗണ്ട് ഡൗൺ നടത്തിക്കൊണ്ടിരിക്കും. അപ്പൊ ഇപ്പൊ വലിയ പോകും, കുറച്ച് നേരം കഴിഞ്ഞാൽ അരമണിക്കൂർ നോക്കി കഴിഞ്ഞാൽ അത് വീണ്ടും കൗണ്ട് ഡൗൺ തുടങ്ങിയിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ ഇത് ഇപ്പൊ കിട്ടിയില്ല വില കൂടും എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ റഷ്ലി ഈ സാധനം വാങ്ങാൻ പ്രയത്നിക്കും. ഇത്തരത്തിലുള്ള നിരവധി കാര്യങ്ങൾ ഇത് അനുചിതമായ വ്യാപാര രീതിയാണ് എന്ന് പറയുന്നു. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും മെഷീൻ ലേണിംഗ് മനുഷ്യനെ പോലെ ചിന്തിക്കുകയും അതിനേക്കാൾ സാങ്കേതികതയോടെ പിന്നെ ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആ സംവിധാനങ്ങളാണ് ലോകത്ത് കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നത്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോഴും മൊബൈൽ എന്തെങ്കിലും കുഴപ്പം വന്നു കഴിഞ്ഞാൽ കുട്ടികളുടെ അടുത്ത് കൊടുത്തിട്ട് ശരിയായി അവർ ഈ കാര്യങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഇതിനോടൊപ്പം മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയുന്നില്ല. അപ്പോൾ ഈ ഒരു വല്ലാത്തൊരു പ്രതിസന്ധി ആണ് ഉപഭോക്താക്കൾ ഇപ്പോൾ നേരിടുന്നത്. അത് ഫലപ്രദമായി നമ്മൾ മറികടക്കണമെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കാൻ നമ്മൾ തയ്യാറാകും. ആ ഒരു വലിയൊരു ദൗത്യമാണ് നമ്മുടെ രാജ്യത്തെ ഉപഭോക്തൃ സംഘടനകൾ നേരിടുന്നത്, അല്ലെങ്കിൽ അവർ ചലഞ്ചായിട്ട് അതിനെ ഏറ്റെടുക്കേണ്ടതുണ്ട്. ദൗർഭാഗ്യവശാൽ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവരും തന്നെ ഈ നിയമത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചോ വേണ്ടത്ര ഗ്രാഹ്യമില്ല എന്ന് വളരെ ദുഃഖപൂർവ്വം നിങ്ങളോട് പറയട്ടെ. അത് പഠിക്കുക മാത്രമാണ്. അപ്പോൾ അത്തരത്തിലുള്ള അവർക്ക് ക്ലാസ് എടുത്തു കൊടുക്കാൻ കഴിയുന്ന സന്നദ്ധ പ്രവർത്തകരെയാണ് നമ്മൾ സൃഷ്ടിക്കേണ്ടത്. ഈ പുതിയ സംവിധാനങ്ങളെ കുറിച്ച്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ചാറ്റ് GPT കുറിച്ച്, അല്ലെങ്കിൽ മെഷീൻ ലേണിങ്ങിനെ കുറിച്ച്, അപ്പൊ ഇത് വേണ്ട രീതിയിൽ പഠിപ്പിക്കാൻ അല്ലെങ്കിൽ പഠിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ ഇങ്ങനെയാണ് ഉപഭോക്താക്കളിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്വാധീനം ചെലുത്തുന്നത് അല്ലെങ്കിൽ ദുസ്വാധീനം ചെലുത്തുന്നത്. പുതിയ ഉപഭോക്തൃ സംരക്ഷണ നിയമവുമായി ബന്ധപ്പെട്ട് എത്രമാത്രം ഫലപ്രദമായി പ്രവർത്തിക്കാൻ കഴിയുന്നു എന്നതിനെക്കുറിച്ച് അറിയാൻ കഴിയും. അതിനെല്ലാം ഉപയുക്തമായ രീതിയിലുള്ള ഘടനകൾ ആവിഷ്കരിക്കുകയും ഉപഭോക്താക്കൾക്ക് ഈ രംഗത്ത് വിദഗ്ധരായ നിരവധി ആളുകൾ, എറണാകുളം അല്ലെങ്കിൽ കൊച്ചി സിറ്റി എന്ന് പറയുമ്പോൾ സമ്പന്നമാണ്, നിയമവിദഗ്ധരും അതുപോലെ തന്നെ സാങ്കേതിക വിദഗ്ധരും ധാരാളമുള്ള സ്ഥലമാണ്. അവരെ നമ്മൾ സമീപിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ നേരത്തെ തന്നെ വരണമെന്നില്ല, കിട്ടും. അതുപോലെ ഈ ഒരു അടുത്ത സമയത്ത് കണ്ടത് ഈ ഡ്രീം പ്രൈസിങ്, പെട്ടെന്ന് കുറഞ്ഞ വില നമ്മൾ കാണിക്കും. നമ്മളത് വാങ്ങാൻ വേണ്ടി മുന്നോട്ട് പോകുമ്പോൾ അവസാനം കുറേ കണ്ടീഷൻസ് ഒക്കെ വെച്ചു സ്ഥലം വില വല്ലാതെ കൂടും. ഇതെല്ലാം അനുചിതമായ അധാർമികമായ വ്യാപാര രീതി എന്നാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം പറയുന്നത്. ഫേക്ക് റിവ്യൂ, തെറ്റായ ഒരു ഡയറക്ഷനിലേക്ക് ഉപഭോക്താക്കളെ ഓൺലൈനിൽ കൊണ്ടുപോകും. നമുക്ക് ആവശ്യമില്ലാത്ത സാധനം നമ്മൾ വാങ്ങാൻ നിർബന്ധിതമാക്കുന്നു. നമ്മൾ കാണുന്ന സാധനമല്ല നമ്മൾ കിട്ടുമ്പോഴത്തേക്ക് വേറെ കളർ, നമ്മൾ ഉദ്ദേശിച്ച ചുരിദാറിന്റെ കാര്യം നമുക്ക് കിട്ടുന്നു. ഇതൊക്കെ സാധാരണ. ഇത് തിരിച്ചു കൊടുക്കാനായിട്ട് ശ്രമിച്ച് നടക്കുന്നില്ല. മേടിച്ച സാധനം ഒരു കാരണവശാലും തിരിച്ച് എടുക്കില്ല എന്ന നിയമവിരുദ്ധമായ ശാഠ്യം പിടിക്കുന്ന കച്ചവടം. ഇത്തരത്തിലുള്ള അധാർമികമായ വ്യാപാര രീതിയുടെ വലിയ ഒരു പരമ്പര തന്നെയാണ് നമ്മുടെ രാജ്യം. നിരവധി കേസുകൾ, കേരളത്തിലെ ഏറ്റവും കൂടുതൽ കേസുകൾ സമർപ്പിക്കപ്പെടുന്ന ഒരു കോടതിയാണ് എറണാകുളം കൺസ്യൂമർ കോടതി. അവിടെ വരുന്ന കേസുകളുടെ വൈപുല്യവും വൈചിത്ര്യവും ഒക്കെ വളരെ നമ്മൾ പഠിക്കപ്പെടേണ്ട കാര്യങ്ങളാണ്. എത്രമാത്രം ഉപഭോക്താക്കൾ ചൂഷണം ചെയ്യപ്പെടുന്നു എന്നതിൻ്റെ വലിയൊരു ദൃഷ്ടാന്തമാണ്. അതിൻ്റെ ഒരു ക്രോസ് സെക്ഷനാണ് നമ്മുടെ മുമ്പിലെത്തുന്ന പരാതി. പക്ഷെ ഇതിനെക്കുറിച്ച് സാമാന്യ ധാരണ പോലും ഇല്ലാത്ത ഉപഭോക്താക്കൾ എങ്ങനെയാണ് പരാതി കൊടുക്കണം, ആർക്കാണ് പരാതി കൊടുക്കുന്നത്, എന്താണ് പരാതി ഉൾപ്പെടുത്തേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊന്നും അവർ പ്രായേണ അജ്ഞരാണ്. ഇത് വലിയൊരു ജോലി ഭാരം ഞങ്ങൾ കൂട്ടുന്നുണ്ട്. വളരെ കുറച്ച് സ്റ്റാഫും കൂടുതൽ കേസുകളുമായി കഴിയുന്ന ഒരു കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം, കോടതിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഭാരമാണ് ഉണ്ടാകുന്നത്. ഈ ഭാരം കുറയ്ക്കേണ്ടത് കൺസ്യൂമർ ഓർഗനൈസേഷൻസാണ്. നിങ്ങളുടെ മുമ്പിലെത്തുന്ന ഇത്തരത്തിൽ പരാതികൾ ഒരുപക്ഷെ കൺസ്യൂമർ ഓർഗനൈസേഷൻ ലെറ്റർ ഹെഡിൽ ഈ ബന്ധപ്പെട്ട വ്യാപാരിക്ക് ഒരു പരാതി ഒരു കത്ത് എഴുതിയതിന്റെ പ്രശ്നം അവിടെ സെറ്റ് ചെയ്യാൻ ഈ രാജ്യത്തെ കൺസ്യൂമർ ഓർഗനൈസേഷൻ വലിയ റോളില്ല. ഒരു ആദ്യം കോടതിയിലേക്ക് റഷ് ചെയ്യുന്ന അത് ഏറ്റവും അവസാന കൈയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ കോടതി കയറ്റും എന്ന് പറയുന്നത് അറ്റ കൈക്കാണ്. അതിനു മുമ്പ് ഈ പ്രശ്നം രമ്യമായി പരിഹരിക്കാൻ കഴിയുന്ന ഒരു സംവിധാനമാണ് കൺസ്യൂമർ ഓർഗനൈസേഷൻസ്. ഒരാള് കൺസ്യൂമർ അപ്പൊ അത് ചെയ്യണം. അത് കുറച്ചുകൂടി ഫലപ്രദമായി ചെയ്യണം. നിങ്ങൾ വളരെ ഇതിനെക്കുറിച്ച് ധാരണയുള്ള ആളുകളാണ്. ആദ്യം നിങ്ങൾ തന്നെ പഠിക്കണം എന്താണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം, ആ ഉപഭോക്തൃ സംരക്ഷണ ഏതാണ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസ്, ഡെഫിഷ്യൻസി ഇൻ സർവീസ് എന്താണ്, കമ്മീഷന്റെ പുതിയ വിഹിതം എന്തൊക്കെയാണ്. കൺസ്യൂമർ ഓർഗനൈസേഷൻ ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഇത്രയും കോടതികൾക്ക് തർക്കം തന്നെ വരില്ല.
ആ തർക്കം പുറത്തു വെച്ച് പരിഹരിക്കപ്പെടും. നിങ്ങൾ അദാലത്തുകൾ രൂപവത്കരിക്കുന്നു, അദാലത്തുകൾ കുറെ അധികം കേസുകൾ തീർക്കുന്നുണ്ട്, എന്നിട്ട് കേസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വർഷം മാത്രമായിട്ട് ഏതാണ്ട് 2000-ഓളം കേസുകളാണ് വന്നിരിക്കുന്നത്. അത് റെക്കോർഡാണ്. ഒരു കാലത്തും ഇത്രയും കേസുകൾ ഉണ്ടായിട്ടില്ല. ഏതാണ്ട് 5000-ഓളം കേസുകൾ നമ്മുടെ കോടതിയിൽ കെട്ടിക്കിടക്കുന്നു. നമുക്ക് ആളുകളുടെ വളരെ പരിമിതമായ സ്റ്റാഫാണുള്ളത്. അപ്പോൾ ഇത് സമയബന്ധിതമായി തീർക്കാൻ കഴിയുന്നില്ല. മൊബൈലിന്റെ ആ മോഡൽ തന്നെ മാറിയാലും കേസ് തീരുന്നില്ല, അല്ലേ? അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഓരോ ഘട്ടത്തിലും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് വലിയൊരു പ്രതിസന്ധി ഉപഭോക്തൃ സംരക്ഷണ മേഖലയിലെ പരാതികൾ തീർപ്പ് കൽപ്പിക്കുന്നതിൽ നേരിടുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ദേശീയ ഉപഭോക്തൃ ദിനം ആചരിക്കുന്നത് അല്ലെങ്കിൽ ആഘോഷിക്കുന്നത്. അപ്പോൾ ഈ ഉപഭോക്തൃ സംരക്ഷണ ദിനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത ഫലപ്രദമായി പരാതികൾ സമയബന്ധിതമായി, ഞാൻ അടിവരയ്ക്കുന്ന വാക്കുകൾ, സമയബന്ധിതമായി എങ്ങനെ തീർക്കാൻ കഴിയും. ഏതെങ്കിലും ഒരു കാലത്ത് തീർത്താൽ പോരാ, അത് സമയബന്ധിതമായി തീർക്കുന്ന ഒരു സംവിധാനം നമ്മുടെ രാജ്യത്തുണ്ടാകണം. അതിന് വലിയൊരു റോള് വഹിക്കാൻ കഴിയുന്നത് കൺസ്യൂമർ ഓർഗനൈസേഷൻസ് ആണ്. വെറുതെ ഒരു കൺസ്യൂമർ ഓർഗനൈസേഷൻ അല്ല, ഇതിനെക്കുറിച്ച് വിവരമുള്ള ഒരു കൺസ്യൂമർ, അതാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ. കൺസ്യൂമർ അവകാശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മുടെ റൈറ്റ് ടു ഇൻഫർമേഷൻ എന്ന ആക്ട് നമ്മുടെ രാജ്യത്തുണ്ട്. ആ ഇൻഫർമേഷൻ ഉപഭോക്താക്കള് എന്താണ്, വിജ്ഞരായ ഉപഭോക്താക്കളാണ് രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയുടെ കാതൽ. അത്തരത്തിലുള്ള ആളുകളുടെ എണ്ണം കൂട്ടുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിന് നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.